കളിക്കാൻ വേറെ ആരും കൂട്ടില്ലാത്തപ്പോ ഈ മുത്തശ്ശിയുടെ കഥയുടെ കാര്യം നിനക്ക് ഓർമ്മ വരൂല്ലേ? പ്ലീസ് മുത്തശ്ശി, കഥ പറ പ്ലീസ്. എവിടെയാ നിർത്തിയതെന്ന് പറ. അവിടെ രാമനും അവന്റെ ബ്രദേഴ്സ് ഒക്കെ വളരെ സന്തോഷായിരുന്നു. രാമന്റെ ബ്രദേഴ്സിന്റെ പേരൊക്കെ പറ. രാമ, പിന്നെ ലക്ഷണ. ലക്ഷണ അല്ല മോളെ, ലക്ഷ്മണൻ. ലക്ഷ്മണ. അങ്ങനെ പറഞ്ഞ നല്ല ക്വാളിറ്റി എന്നല്ലേ സീതമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയോ? നീറ്റായിട്ട് എല്ലാം ചെയ്യുന്നത് നല്ല കുട്ടിയുടെ ലക്ഷ്മണ. ദൈവമേ, അത് ലക്ഷണം. അയ്യോ മുത്തശ്ശി, ഫുൾ കൺഫ്യൂഷൻ. സാരല്ല, രാമന്റെ മറ്റു 2 ബ്രദേഴ്സിന്റെ പേര് പറ. ഭരത, പിന്നെ ശത്രുഘ്നൻ. ദശരഥനാരാ? അവരുടെയൊക്കെ അച്ഛൻ വേറെ വേറെ അമ്മമാര്. മിടുക്കി കുട്ടിയാണല്ലോ നീ. ഒരു ദിവസം ദശരഥ രാജാവ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരുടെ രഥത്തിന്റെ കോല് തെന്നി മാറി രഥം രാജാവിന് പിടിച്ചിട്ട് കിട്ടാതായി. കോലെന്ന് വെച്ചാ ഇപ്പോ കാറിന് ചക്രങ്ങൾ ഉണ്ടാവില്ലേ, അതങ്ങ് ഊരിപ്പോയാലോ? അതുപോലെ രഥത്തിനും ചക്രത്തിനും ഇടയ്ക്കായിട്ടൊരു കമ്പി ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് എന്തായേ? അപ്പോഴുണ്ടല്ലോ ഭരതന്റെ അമ്മ കൈകേയി അവളുടെ ചെറുവിരല് ചക്രത്തിന്റെ അകത്തിട്ട് രഥം വീഴാതെ പിടിച്ചു നിർത്തി രാജാവിനെ രക്ഷപ്പെടുത്തിയെന്ന കഥ. അവരതിനകത്ത് കൈയിട്ടത് കൊണ്ടാണോ അവരുടെ പേര് കൈകേയിന്നായത്? അല്ല മോളെ, അതിനു മുമ്പേ അവരുടെ പേര് കൈകേയിന്ന. അപ്പൊ അവർക്കൊന്നും പറ്റിയില്ലേ മുത്തശ്ശി? ഇത്ര ചെറിയ പിങ്കി ഫിംഗർ ഇട്ട് കഴിഞ്ഞാ രഥം സ്റ്റോപ്പായി നിക്കോ? എന്തുകൊണ്ടാന്നാ അവൾ അത്രയ്ക്ക് സ്ട്രോങ്? നല്ലോണം പച്ചക്കറി കഴിക്കുന്നുണ്ടാവും അല്ലേ? അത് തന്നെ കാര്യം. എന്താ ശാന്തിക്ക, നിങ്ങള് ഗീതയുടെ രാജിയുടെയും വസ്ത്രങ്ങൾ മാത്രമേ അലക്കുള്ളൂ, നമ്മുടെ ഒന്നും അലക്കില്ല? എന്താ ഇത് സുമതി, ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി വസ്ത്രം താന്ന് പറഞ്ഞതുപോലെ ഉണ്ടല്ലോ ഇത്. അവര് തന്നെ വന്ന് ചോദിച്ചതല്ലേ. ശരി, ഞങ്ങളുടെ വീട്ടിലും കുറച്ച് അലക്കാനുണ്ട്. ഒരു റൗണ്ടിന് 150 രൂപയാ. എന്താ 150 രൂപയോ? അത് ഇത്തിരി കൂടുതലല്ലേ? അവരൊക്കെ അത്രയും തരുന്നുണ്ട് സുമതി. ശരി, എന്നാ ഞാനും തരാം. ഇന്ന് വേണ്ട മോളെ, ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഒരുപാട് ചൂടായിട്ടുണ്ട്, നാളെ തന്നാ മതി. ശരി ശാന്തിച്ചി. മുത്തശ്ശി, മ്യൂസിക് വന്നു, മ്യൂസിക്. ഞാനുണ്ടല്ലോ, നിങ്ങളുടെ രാമായണം മുന്നോട്ട് പോട്ടെ. മുത്തശ്ശി, അത് കഴിഞ്ഞ അവരുടെ കൈക്ക് എന്ത് പറ്റി? അവരുടെ കൈക്ക് ഒന്നും പറ്റിയില്ല. രാജാവ് അവരുടെ ജീവൻ രക്ഷിച്ചതിന് ഒരുപാട് സന്തോഷത്തോടു കൂടി നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എന്താ ചോദിച്ചേ? അവര് എനിക്കിപ്പോ ഒന്നും വേണ്ട, സമയാവുമ്പോ ഞാൻ ചോദിച്ചോളാന്ന് രാജാവിനോട് പ്രോമിസ് വരെ വാങ്ങിച്ചു. ഒരു പിങ്കി ഫിംഗർ വെച്ച് രക്ഷിച്ചത് കൊണ്ട് പിങ്കി പ്രോമിസ് ആണോ ചെയ്തത്? അങ്ങനെ കരുതിക്കോ. അത് കഴിഞ്ഞ് ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആരോഗ്യം നന്നായി നോക്ക് സർ. നിങ്ങൾക്ക് സുഖമില്ലാന്ന് കേൾക്കുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ആകെ സങ്കടം. ഞങ്ങൾക്കെന്ന് വെച്ചാ എനിക്ക്
നോ ഐ എം ഫൈൻ. ഫൈൻ ആണെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വന്നൂടെ സർ? റാം, ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ബോസ് ടേക്ക് കെയർ. സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഇറങ്ങിയാലോ? അല്ല, പുറത്തിരുന്ന് സംസാരിക്കാലോ? ഇല്ല, ഇനി സംസാരിക്കാനൊന്നുമില്ല. റാം, നമുക്ക് ഒരുപാട് ജോലിയുണ്ട്, മറന്നുപോയോ? സാർ ജോലിയുണ്ട്. അതാ പറഞ്ഞില്ലേ പ്രിയ, ഐ എം ഫൈൻ. സത്യമായിട്ടും? സത്യമായിട്ടും. അത് ചില ജോലികളൊന്നും ഓഫീസിൽ ചെയ്യാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാ വീട്ടിൽ തന്നെ നിന്നെ. ഓഫീസിൽ വെച്ച് ചെയ്യാൻ കഴിയില്ലേ എന്ന് വെച്ചാ? വേറെ ആരെങ്കിലും ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഉത്തരം കൊടുക്കുമായിരുന്നില്ല. ബട്ട് ഐ ട്രസ്റ്റ് യു. നിന്നിൽ എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ പറയാം. അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെങ്കിലും ഓഫീസിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കണം. അതിന് നിനക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? സാർ, നിങ്ങള് എന്നോട് ഹെൽപ്പ് ചോദിക്കുന്നോ? പറ്റില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. പറ്റും സർ, ഉറപ്പായിട്ടും പറ്റും. നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ? എന്നാ പിന്നെ ഓഫീസിൽ എന്താ നടക്കുന്നതെന്ന് എന്നോട് പറയാവോ? ആക്ച്വലി വി ആർ ഇൻ ടു സം മിഷൻ. സർ, ഒരാളുടെ സ്നേഹം കിട്ടുന്നതിനേക്കാളും വിശ്വാസം കിട്ടുന്നത് നല്ലതെന്ന് എല്ലാരും പറയും. താങ്ക് യു സർ. ഞാനെന്നാ പോയിട്ട് വരട്ടെ. പായസം കുടിച്ചില്ലല്ലോ? അയ്യോ, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് കുടിച്ചതിനേക്കാൾ സന്തോഷമുണ്ട് സർ. ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് പോയി അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാൻ എനിക്ക് തോന്നുന്നേ. ഞാനെന്നാ പോയിട്ട് വരട്ടെ. ഓക്കെ, എല്ലാം വേഗം മാറിക്കോളൂ. വരൂ വരൂ, സുഖമായിക്കോളൂ. വാ വാ, വേഗം വാ. വരൂ വരൂ, വന്നേ, വായോ, വന്നേ വന്നേ. എന്താ, എന്തു പറ്റി? ബോസിനെക്കാളും തിരക്കിപ്പോ നിനക്കാണെന്ന് തോന്നല്ലോ. അത് ബോസ് പറഞ്ഞില്ലേ ഓഫീസിൽ എന്തോ ജോലി ചെയ്യാനുണ്ടെന്ന്. അതാ. അത് ജോലിയല്ല, അത് എന്നോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം. അത് കുറച്ച് പതുക്കെ പറ. നിന്റെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അത് ഈ വീട്ടില് ആരും അങ്ങനെ ഉറക്കം സംസാരിക്കാറില്ലല്ലോ, അതാ. വരൂ വരൂ. നിങ്ങൾ ഇറങ്ങുവാണോ? ഹായ്. ഹായ്, നിനക്ക് വേണ്ടി കോഫിയും കൊണ്ട് വന്നതാ. തനിക്ക് ഓഫീസിലേക്ക് പോകാൻ ലേറ്റ് ആവില്ലേ അല്ലേ? എനിക്ക് ലേറ്റ് ആവൊന്നുമില്ല. പാവം, അവര് സ്നേഹത്തോടെ എനിക്ക് വേണ്ടി കോഫി ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ, കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. ബോസിന്റെ വിശ്വാസം. അതെ അതെ, ഒരുപാട് ലേറ്റ് ആയി. അടുത്ത പ്രാവശ്യം വരുമ്പോ കുടിക്കാം. താങ്ക് യു താങ്ക് യു താങ്ക് യു. സീത എവിടെ പോയി? അവളെവിടെ പോയി? വീട് ചുറ്റി കാണാനൊന്നും അവൾ എന്തായാലും പോവില്ല. പുറത്തേക്ക് എങ്ങനെ പോയി കാണൂ? ഹലോ പ്രിയ. സീത, നീ ഇതെവിടെയാ? ബോസിന് എങ്ങനെയുണ്ട്?
അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. നീ എവിടെയാന്ന് പറ. ഞാൻ ഇറങ്ങി മോളെ. ഇറങ്ങിയോ? ആ സിഹി വരാൻ സമയായില്ലേ, ലേറ്റ് ആയി, അതാ ഞാൻ ഇറങ്ങിയത്. സോറി. എന്ത് ലേറ്റ് ആയിന്നാ? ഒരു 5 മിനിറ്റ് നിനക്ക് എന്നെ ഒന്ന് കാത്തിരിക്കാൻ പാടില്ലേ? പറഞ്ഞില്ലേടി സിഹി കാത്തിരിക്കുമെന്ന്. നാളെ നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. ബൈ. എന്തു പറ്റി? പോയെന്ന് പറഞ്ഞോ? ഇതെന്താ ഇവളുടെ പ്രശ്നം? വരാൻ തന്നെ മടിയായിരുന്നു. ഞാൻ നിർബന്ധിച്ചിട്ടാ വന്നത് പോലും. ശരി പ്രിയ, തനിക്ക് ലേറ്റ് ആവും. എന്തായാലും താൻ ചെല്ല് കേട്ടോ. ഞാൻ സീതയോട് സംസാരിക്കാം. എല്ലാരെയും പറഞ്ഞു വിടുന്നുണ്ടല്ലോ, നീ മാത്രം പോകുന്നില്ലേ? എങ്ങോട്ട്? ഹേയ് പ്രഭു, ഇത് നിന്റെ സ്വന്തം വീടാണെന്ന് കരുതിയാൽ എങ്ങനെയാ? നിന്റെ വീട്ടിലേക്കൊന്നും പോകുന്നില്ലേ നീ? അത് എനിക്ക് ബോസിനോട് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, മിഷൻ. മിഷൻ. ഓക്കെ ഓക്കെ. ബോസിനെ നീ നന്നായിട്ട് നോക്കണേ. കുഴപ്പമൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? നീ ഭയങ്കര ലക്കി ഫെലോയാടാ. എന്നുവെച്ചാ എപ്പോഴും ബോസിന്റെ കൂടെ തന്നെ നിക്കാലോ, അതുകൊണ്ട്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ക്ലോസ് ആണല്ലോ. ഓക്കെ, ബൈ. ബൈ ബൈ. അമ്മേ. പ്രിയ, നീ പോയി സംസാരിച്ചിട്ട് വാ. ഞാൻ ഇവിടെ തന്നെ നിക്കാം. വേഗം വരണേ, ലേറ്റ് ആവല്ലേ. അല്ല, അകത്തേക്ക് കയറി ഇരുന്നൂടെ? ഇല്ല, ഇറ്റ്സ് ഓക്കെ, ഇവിടെ ഇരുന്നോളാം. അയ്യോ, അവര് കഴിച്ചില്ലല്ലോ. രാമോനെ, നിങ്ങൾ പറഞ്ഞ പോലെ സീതയ്ക്ക് ഇത് കൊണ്ടു കൊടുത്തതാ. അവര് കഴിച്ചതേയില്ല. അയാള് പോയെന്ന് തോന്നുന്നു. പറഞ്ഞില്ലേ കുറച്ച് മര്യാദ കൂടുതലാണെന്ന്, അതാവും കഴിക്കാഞ്ഞത്. രാമോനെ, ഒരു കാര്യം പറയട്ടെ. സീതമ്മേ ഒരു ലക്ഷണമൊത്ത കുട്ടിയാ. ഹൃദയവാതിലോരമായി നീ നിന്നുവോ, പ്രണയവീണയാർദ്രമായി നീട്ടിയോ. സീതാരാമ, ഓ സീതാരാമ. സിതയ്യ, എനിക്കിതാ, ഞാൻ കഴിച്ചോളാം. മോനോ? രാമൻ, സീത, പേരിൽ തന്നെ എന്ത് ചേർച്ചയവര്. അപ്പോ സ്വഭാവത്തിലും കാണുമല്ലോ. പക്ഷെ എനിക്ക് സ്വീറ്റ് കഴിക്കാൻ പറ്റില്ല. നീ എങ്കിലും സ്വീറ്റ് കഴിക്ക്. നീ സ്വീറ്റ് കഴിച്ച ഞാൻ കഴിച്ച പോലെയാ. അനി, നിനക്ക് വേണ്ടെങ്കിൽ പറഞ്ഞാ പോരെ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? എന്നോടിപ്പോ നിങ്ങൾ ഒന്നും പറയണ്ട. അനികേത്, എന്ത് അഹങ്കാരടാ നിനക്ക്? മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണ്ടെന്ന് അറിയില്ല നിനക്ക്? തന്നല്ലോ. പ്ലീസ് അടിക്കല്ലേ. അപ്പോ നീ ഒന്നും മിണ്ടാതിരിക്കപ്പോ. ഇവന്റെ അഹങ്കാരം ഇത്തിരി കൂടുതലാവുന്നുണ്ട്. ഒന്നുകിട്ട് പൊട്ടിച്ചാലുണ്ടല്ലോ. ഞാൻ സംസാരിക്കട്ടെ, പ്ലീസ് അടിക്കണ്ട. നീ എപ്പോഴും ഇവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോ. ഇവൻ എല്ലാവരുടെയും തല കയറിയിരിക്കട്ടെ. നിന്നെ എങ്ങനെ മര്യാദ പഠിപ്പിക്കേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ഏതെങ്കിലും റെസിഡൻഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിച്ചാലും നിന്റെ അഹങ്കാരം തീരും. അനിമോനെ, അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. തെറ്റല്ലേ അതൊക്കെ? അത് ഗാർബേജ് ഫുഡ് പോലെയുണ്ട്, തിന്നാൻ പറ്റില്ല. മേമ പ്ലീസ്. അനിമോനെ, കഴിക്കുന്ന ആഹാരത്തെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് റോങ് ആണ്. അത് റോങ് അല്ല, ഗാർബേജ് ഫുഡ് തന്നെയാ അത്. കണ്ടോ,
അവൻ സംസാരിക്കുന്ന രീതി കണ്ടോ? അനിക്കുട്ടാ, നീ ഒരു ഗുഡ് ബോയ് അല്ലേ? ഇവിടെ ഇരിക്കെ. ദിസ് ഇസ് റിയലി റോങ് ചാം, റിയലി റോങ്. നമുക്ക് എന്ത് കിട്ടിയാലും അതിനെ ബഹുമാനത്തോടെ തന്നെ കാണണം. എത്രയോ ചെറിയ കുട്ടികൾക്ക് സ്വീറ്റ് കഴിക്കാനുള്ള ഭാഗ്യം പോലും ഇല്ലെന്നറിയോ? അങ്ങനെയുള്ളപ്പോ നീ എന്ത് ചോദിച്ചാലും ഉണ്ടാക്കി തരാൻ ഇവിടെ ആളുകളുണ്ട്. ഇതുവരെ വിശപ്പ് എന്താണെന്ന് അറിയിക്കാത്തൊരമ്മ നിന്റെ കൂടെ ഉണ്ട് മോനെ. കഴിക്കുന്ന ഒന്നിനെ അങ്ങനെ പറയരുത്. ആഹാരം ദൈവത്തിന് തുല്യമാണ്. സാധാരണ അമ്മ ദൈവതുല്യമാണെന്ന് പറയും. പാവം, ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലാത്തതിന്റെ കുഴപ്പാ. മനസ്സിലായോ? യു നെവർ ടോക്ക് ലൈക്ക് ദാറ്റ്. നീ ഒരു ഗുഡ് ബോയ് അല്ലേ? അങ്ങനെ ഒന്നും ചെയ്യരുത്, ഓക്കെ? അമ്മയോട് സോറി പറ. അപ്പോ ഇവനോട് ഇങ്ങനെയൊന്നും സംസാരിച്ചാൽ ശരിയാവില്ല. ഇവൻ എങ്ങനെ മര്യാദ പഠിപ്പിക്കണമെന്നൊക്കെ എനിക്കറിയാം. ഏയ് അനി, ഓണത്തിന് ഈ വീട് മുഴുവൻ നിന്നെ കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യിപ്പിക്കും. അന്ന് നിനക്ക് മനസ്സിലാവും ഈ ഗാർബേജ് എന്ന് പറഞ്ഞ എന്താണെന്നുള്ളത്. പരിപാടികളൊക്കെ കഴിയട്ടെ. നിന്റെ വീട്ടിലുള്ള ടോയ്സ് മുഴുവൻ ഞാനെടുത്ത് പുറത്തേക്കിടും. ഗാർബേജ് അത്ര ഗാർബേജ്. വീട്ടിൽ നിന്നല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞയക്കും. അയ്യോ, അച്ഛൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നതാണല്ലോ റാമിന്റെ മുമ്പിൽ വെച്ച് വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന്. അയ്യോ, ആരേത് താഴെ കളഞ്ഞേ? അച്ഛാ, ഞാനാ. എന്റെ കൈ തട്ടി അറിയാതെ വീണതാ. ആണോ? എന്താ മോളെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? സാരമില്ല, ക്ലീൻ ചെയ്യ്. എടാ പോയാലോ? ഓഫീസിലൊരു പൂജ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? എന്തുടാ ഓഫീസിൽ പൂജ? ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഓഫീസിൽ ഇങ്ങനെ പരിപാടി നടക്കുന്നത് എനിക്കും വലിയ ഇഷ്ടമാണ്. നല്ല കാര്യമില്ലേ അതൊക്കെ? അപ്പൊ അതൊക്കെ നടക്കട്ടെ. ഗുഡ്, സൂപ്പർ ഐഡിയ. ആ അറേഞ്ച്മെന്റിന് വേണ്ടിയാ പോകുന്നേ. റാം, വാടാ പോവാം. വാ. ഒരു മിനിറ്റടാ. വാ ഇരിക്കേ. ബൈ ചെറിച്ച. ബൈ 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 ബൈ. ഏട്ടാ, ഏട്ടൻ കേട്ടിരുന്നോ? പായസം കളഞ്ഞത് നീയാണെന്ന് പറഞ്ഞ് നീ നിന്റെ ചേച്ചിയെ സംരക്ഷിച്ചില്ലേ? അതാണോ? അതല്ല ഏട്ടാ, പൂജ ഓഫീസിൽ നിന്നാ നടത്തുന്നേന്ന്. എപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഇത്തവണ ഇവിടുന്ന് എല്ലാരും അങ്ങോട്ടാ പോകുന്നേന്ന്. എനിക്കും അങ്ങോട്ടൊക്കെ പോകുമ്പോ എന്തോ പോലെയാണെന്നേ. അതുകൊണ്ട് വീടൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ട് ഇവിടെ തന്നെ നിക്കാം, ശരിയല്ലേ? ചോദിച്ചാൽ ഉടനെ അങ്ങോട്ട് വാ, പോകാമെന്ന് പറയുമെന്നാണോ നീ കരുതിയത്? നീ പോയിട്ട് വാ. നിങ്ങള് എപ്പോഴും ബോധമില്ലാതെ നടക്കുന്ന ഒരാള് എന്ത് തീരുമാനം എടുത്താലും അതിന് വിലയുണ്ടാവുമോ? അവൻ ഓഫീസിലേക്ക് പോകണ്ട, ഇതുവരെ അനുഭവിച്ചതൊക്കെ മതി. അതിന്റെ മുറിവ് പോലും എനിക്ക് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഇനിയും സഹിക്കാനുള്ള ശക്തിയില്ല. തുണയാകൂ ശ്രീ സത്യനാരായണ, തുണയാകൂ നീ സത്യനാരായണ.
പന്നകശയന ഓ നാഗശയന പാവന ശരണ പാവന ചരണ. ഇന്നുണ്ടല്ലോ ഇതാ ലാസ്റ്റ് ലോഡ്. ശാന്തേച്ചി, ശാന്തേച്ചി, ഞാൻ വസ്ത്രം തന്നിരുന്നല്ലോ, കഴിഞ്ഞോ? ഓ കഴിഞ്ഞു അതാ കൊണ്ടുവരുന്നു. അയ്യോ അയ്യോ അയ്യോ, ഇവൾ ഇങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയതാ. നിന്നോട് പറഞ്ഞതല്ലേടി വെള്ള വസ്ത്രങ്ങളും കളർ വസ്ത്രങ്ങളും വേറെ വേറെ വാഷ് ചെയ്യാനിടണമെന്ന്. ഇത് കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കിയേ. അയ്യോ എന്റെ ദൈവമേ, എല്ലാ വസ്ത്രവും നശിപ്പിച്ചു കളഞ്ഞല്ലോ.